ഹായ് എവ്രി വൺ, ദിസ് ഇസ് വർഷ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രോഹിത്തിൻ്റെ കഥയെക്കുറിച്ചാണ്. നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരെയും നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ പലതരത്തിലുള്ള രോഹിത്തുകളെ കാണാൻ സാധിക്കും. ഇന്ന് നമ്മുടെ രോഹിത്തിൻ്റെ കഥയിൽ എന്താ കേൾക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഒരുപാട് നന്നായി പഠിക്കുമായിരുന്നു. ചെറുപ്പം മുതലേ അദ്ദേഹം ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് അദ്ദേഹത്തിന് CA പഠനത്തിനായിട്ടിരുന്നപ്പോൾ അദ്ദേഹം എന്നും രാവിലെ വെളുപ്പിനെ എഴുന്നേറ്റ് പഠിക്കാനൊക്കെ തുടങ്ങുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ അച്ഛനൊരു മദ്യപാനിയായിരുന്നു. ഭയങ്കര കുടിയും അതുപോലെ തന്നെ ചിലപ്പോൾ അദ്ദേഹം പഠിക്കുന്ന പുസ്തകങ്ങളിൽ വരെ മൂത്രം ഒഴിച്ചിട്ടുണ്ട്. നീ അങ്ങനെ വലിയ ഓഫീസറായിട്ട് ഞെളിഞ്ഞിരിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് എത്രയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായാലും അദ്ദേഹം പഠിച്ചിരുന്നു. പക്ഷെ 1 മാർക്കിന് 2 മാർക്കിനൊക്കെ ഗ്രൂപ്പ് കിട്ടാതെ വരും. കഠിനമായിട്ടൊരു 6-7 വർഷത്തോളം അദ്ദേഹം പരിശീലിച്ചു. പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി, ഇനിയും ഞാൻ എൻ്റെ സമയം കളഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിനെ സപ്പോർട്ട് ചെയ്യേണ്ട. കാരണം അദ്ദേഹം ഒരുപാട് ഫിനാൻഷ്യലി വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഫാമിലിയിലൊന്നുമല്ല, സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ഇനിയും അച്ഛൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്ന ഈ സമ്മർദ്ദം കൂടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രോപ്പറായിട്ടൊരു ഗൈഡൻസ് കിട്ടാത്തത് കൊണ്ടും ആണ് അദ്ദേഹത്തിന് ഒന്നും എത്താൻ പറ്റാത്തതെന്ന് മനസ്സിലായപ്പം ഇനി പണിയെടുത്ത് അദ്ദേഹം ഈ പഠിക്കുന്നതിൻ്റെ ഇടയിൽ പുല്ല് വെട്ടാനും ചെറിയ ചെറിയ ജോലികൾക്കൊക്കെ പോകുമ്പോൾ അത്യാവശ്യം അദ്ദേഹത്തിൻ്റെ അമ്മയുടെയും കുടുംബത്തിൻ്റെയും കാര്യങ്ങൾ നടക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ പിന്നീട് ഒരു സ്റ്റേജ് എത്തിയപ്പോൾ 3, 4, 5 പ്രാവശ്യം ഫെയിലായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം എല്ലാം നിർത്തി സാധാരണ ഒരു അക്കൗണ്ടൻ്റായിട്ട് ജോലിയിൽ ചേർന്നു. ജോലിയിൽ ചേർന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഗൾഫിലേക്ക് ഒരു ഓഫർ കിട്ടി. ഗൾഫിൽ പോയി കല്യാണം കഴിച്ചു, കുടുംബമായി, കുട്ടികളായി, എല്ലാം സെറ്റിലായി എന്ന് വിചാരിക്കുമ്പോഴാണ് പാർട്ടീഷൻ വരുന്നത്. പാർട്ടീഷനിൽ വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് അദ്ദേഹത്തിന് എന്ന് പറഞ്ഞൊരു സംഭവം, അല്ലെങ്കിൽ എല്ലാവരും കൂടി വീട്ടാം എന്ന് പറഞ്ഞൊരു ലോൺ എടുത്തിരുന്നു. ആ ലോൺ അദ്ദേഹത്തിൻ്റെ മാത്രമായി, അദ്ദേഹത്തിൻ്റെ ബാധ്യതയാണ് എല്ലാം എന്നുള്ള രീതിയിൽ വന്നപ്പോൾ സ്വന്തം കൈവിട്ടു പോയി. അദ്ദേഹത്തിന് ദേഷ്യമായി, കള്ളു കുടിക്കാൻ തുടങ്ങി, ചീട്ട് കളിക്കാൻ തുടങ്ങി, ലോട്ടറി എടുക്കാൻ തുടങ്ങി. എവിടെ നിന്നൊക്കെയോ ഇല്ലാത്ത ഒരുപാട് ദുശീലങ്ങൾ. അദ്ദേഹം തന്നെ അദ്ദേഹത്തിന് മറന്നു പോകുന്ന ഒരു സ്റ്റേജ്. എത്രയൊക്കെ വന്നാലും ഭാര്യേൻ്റെ അടുത്തൊരു സ്നേഹമില്ലാതെ ഭാര്യേനെ വളരെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി. എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ ഭാര്യയും കുഞ്ഞുങ്ങളും സ്വന്തം ജീവിതത്തിൽ നിന്ന് പോകുമെന്നൊരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞപ്പോൾ അവർ അദ്ദേഹത്തിന് വിട്ടുപോകുന്നത് അദ്ദേഹത്തിന് മനസ്സിൽ ഒരുപാട് ഭയം ഉണ്ടാക്കി. അതായത് അവരത്രത്തോളം അദ്ദേഹം സ്നേഹിച്ചിരുന്നു. ഒരിക്കലും ആ കുഞ്ഞുങ്ങളെയോ ഭാര്യയെയോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. പക്ഷെ അദ്ദേഹത്തിന് ആരോടും നോ പറയാൻ അറിയില്ല. ഒരു ദിവസം അദ്ദേഹത്തിന് വളരെ ദേഷ്യം കൂടിയൊരു നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യേനോട് പോയി ചാവാനും അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള രീതിയിൽ കുറേ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു. ഇതെല്ലാം സഹിയിട്ട് ഒരു പരമാവധി ഒരു പെണ്ണിന് സഹിക്കുന്നതിൻ്റെ എല്ലാ പരിധിയും കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി തന്നെ ഒഴിഞ്ഞു പോയി. പക്ഷേ അന്ന് രാത്രി അദ്ദേഹം ഒരുപാട് വിഷമിച്ചു, ഒരുപാട് കരഞ്ഞ് അദ്ദേഹം കുത്തിരുന്ന് ആലോചിച്ചു, ഞാൻ തോറ്റുപോയി കഴിഞ്ഞാൽ എൻ്റെ ജീവിതം ഇങ്ങനെ ആയതിന് എന്താണ് കാരണം? ഞാൻ നോ പറയേണ്ടടുത്ത് നോ പറയാതെ, എൻ്റെ കുടുംബമാണ്, എൻ്റെ കൂട്ടുകാരാണ്, എല്ലാവരെയും ഞാൻ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ എനിക്കെന്തുണ്ടായി? എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ കുടുംബമാണ്, എൻ്റെ ഭാര്യയാണ്, എൻ്റെ മക്കളാണ്, അവരുമൊത്തുള്ള നല്ല നല്ല നിമിഷങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടുവരണമായിരുന്നു. ഇല്ലെങ്കിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ നല്ല ഭാവിയും തൻ്റെ ഭാര്യയുമൊത്തുള്ള നല്ല നിമിഷങ്ങളും എനിക്ക് നഷ്ടപ്പെടുമെന്നുള്ള തിരിച്ചറിവിൽ അദ്ദേഹം ഒറ്റ ദിവസം കൊണ്ടുണ്ടാക്കിയ തിരിച്ചറിവൊന്നുമല്ല, കുറേ ദിവസങ്ങളെടുത്ത്, കുറേ മാസങ്ങളെടുത്ത്, ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ടെൻഷനുകൾ, അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ വിഷമങ്ങൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിനൊരു തിരിച്ചറിവുണ്ടായതാണ്. എനിക്കിതെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒന്നുമല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിൻ്റെ ട്രാക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് പ്രേരിപ്പിച്ചു. അദ്ദേഹത്തിന് മനസ്സിലായി, ഞാനിപ്പോൾ ഏൺ ചെയ്യുന്ന തുക അതുമാത്രം മതിയാവില്ല എൻ്റെ കുടുംബം കൊണ്ടുപോകാനായിട്ട്. എനിക്ക് എൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കിടക്കണം. അതിന് വേണ്ടിയിട്ട് എൻ്റെ ലൈഫിൽ ആദ്യം കൊണ്ടുവരേണ്ടത് ഒരു ഡിസിപ്ലിനാണ്. എനിക്ക് അറ്റ്ലീസ്റ്റ് ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടും ഞാൻ
ഇത്രയൊക്കെ മോശമായിട്ട് പെരുമാറിയിട്ടും എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ വെറുക്കുന്നില്ല, എൻ്റെ ഭാര്യ എന്നെ വെറുക്കുന്നില്ല, അവരുടെ ഒരു സ്വയരക്ഷയ്ക്ക് അവർ മാറി നിന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും ഗ്രാറ്റിറ്റ്യൂഡ്. ദൈവത്തിനോട് നന്ദി പറയാൻ അദ്ദേഹത്തിന് തോന്നിയ ഒരു സംഭവം. അദ്ദേഹം എത്രയൊക്കെ മോശമായിട്ട് സംസാരിച്ചിട്ട് പോലും ആ പെൺകുട്ടി സ്വന്തം കുട്ടികൾക്ക് വേണ്ടിയിട്ടും അദ്ദേഹം നന്നാവും എന്നൊരു ശുഭപ്രതീക്ഷ അവളിലുള്ളത് കൊണ്ട് മാത്രം ഇന്നും അവൾ ജീവനോടെ ഇരിക്കുന്നു. അതുതന്നെയാണ് അദ്ദേഹം ദൈവത്തിനോട് നന്ദി പറയുന്നൊരു കാര്യവും. അദ്ദേഹത്തിന് മനസ്സിലായി, ഇനി മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കൂടെ നിർത്തിയത് കൊണ്ടോ ഒന്നും കാര്യമില്ല. കാരണം സ്വന്തം ഭാര്യ ഒന്ന് പ്രസവത്തിന് പോകുന്ന സമയത്ത് കൂടെ വരാൻ ഒരാളുണ്ടായിരുന്നില്ല. അതുകൂടാതെ കുട്ടികൾ ഇത്രയും പ്രാവശ്യം കുട്ടികൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് കുട്ടികൾ ആശുപത്രിയിലായപ്പോൾ പോലും ഈ പറയുന്ന ബന്ധുക്കളോ അദ്ദേഹത്തിൻ്റെ ആരോഗ്യവും പൈസയും അദ്ദേഹം ആർക്ക് വേണ്ടിയാണോ ചിലവഴിച്ചത് അവരാരും കൂടെ ഉണ്ടായിരുന്നില്ല എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടാക്കിയത് വളരെ വലിയ മാറ്റമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് മോശമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും, കള്ളുകുടിയായിക്കോട്ടെ, ചീട്ടുകളിയായിക്കോട്ടെ, എല്ലാ സംഭവങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചു. ഒറ്റയടിക്കൊന്നും അദ്ദേഹത്തിന് പറ്റിയില്ല. പതുക്കെ അദ്ദേഹത്തിന് മനസ്സിലായി ജീവിതത്തിൽ പണമുള്ളവനേ വിലയുള്ളെന്നും മാന്യമായിട്ട് കൂടുതൽ ജോലികൾ കണ്ടെത്താനും തനിക്ക് പറ്റുന്ന മേഖലകൾ തൻ്റെ കഴിവുകൾ വളർത്തിയെടുക്കാനും അദ്ദേഹം പരിശ്രമിച്ചു. കൺസിസ്റ്റൻ്റായിട്ട് ഡെയിലി അദ്ദേഹം പല കാര്യങ്ങളും ലൈഫ് ബോറാണ് എന്നുള്ള രീതിയിൽ മറ്റുള്ളവർക്ക് തോന്നുമെങ്കിലും അദ്ദേഹത്തിന് മനസ്സിലായി ഇപ്പോഴാണ് ലൈഫിൽ ട്രാക്കിലേക്ക് വരുന്നത്. നോ പറയേണ്ടടുത്ത് നോ പറയുക തന്നെ ചെയ്യണം. അതിപ്പോൾ എത്ര വലിയ ബന്ധുവായാലും എത്ര വലിയ സുഹൃത്തായാലും അല്ലെങ്കിൽ സ്വന്തം കൂടെപ്പിറപ്പാണെങ്കിലും ഇതെന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളുടെ ജീവിതത്തിലെ ഒരു 5 വർഷമായിരിക്കാം നമ്മൾ തിരിച്ചു പിടിക്കാൻ പോകുന്നത്. അവരെ സഹായിക്കാനായിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരുപാട് പണവും എനർജിയും മറ്റുള്ളവർക്ക് വേണ്ടി ചിലവഴിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക, അവൻ അതിന് അർഹനാണോ? നിങ്ങളുടെ കൂടെപ്പിറപ്പ് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായിട്ട് നിങ്ങളെ വിനിയോഗിക്കുകയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമ്മൾ വാത്സല്യം സിനിമയിൽ മമ്മൂട്ടി പറയുന്നൊരു ഡയലോഗുണ്ട്, കൊടുക്കുന്നവൻ എന്നും കൊടുത്തുകൊണ്ടിരിക്കും, വാങ്ങിക്കുന്നവൻ എന്നും വാങ്ങിക്കൊണ്ടിരിക്കും എന്ന്. അങ്ങനെയുള്ളൊരു ചുറ്റുപാടിലാണ് നിങ്ങളെങ്കിൽ ഒരു പോയിൻ്റ് എത്തിക്കഴിയുമ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ ജീവിതത്തിൽ എവിടെ എത്താതെ വരും. അതുകൊണ്ട് നിങ്ങൾ ആർക്ക് വേണ്ടി എന്ത് ചിലവഴിക്കുന്നു, നിങ്ങളുടെ എനർജി അത് അർഹിക്കുന്നവർക്ക് തന്നെയാണോ നിങ്ങൾ ചെയ്യുന്നത്? സ്നേഹത്തിൻ്റെ പേരിൽ, ബന്ധത്തിൻ്റെ പേരിൽ പലരും ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല കാര്യങ്ങൾ അവർക്ക് നഷ്ടപ്പെടുത്താം. അതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാവരോടുമായിട്ടൊന്ന് പറയേണ്ടത്, നിങ്ങളുടെ ലൈഫിൽ പ്രയോറിറ്റി നിങ്ങൾ കണ്ടുപിടിക്കണം. ചില സാഹചര്യങ്ങൾ നമ്മൾ ചിന്തിക്കും, അയ്യോ ഞാനിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സെൽഫിഷ് ആകുമോ എന്നുള്ളത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാട് നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് പേര് സെൽഫിഷാണ്. നിങ്ങൾ അർഹിക്കുന്നവർക്ക് അർഹിക്കുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്തോളൂ. അതേസമയം നിങ്ങളെക്കൊണ്ട് കഴിയില്ലേ എന്നറിഞ്ഞിട്ട് പോലും മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങിയോ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താനും സന്തോഷിപ്പിക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെ എത്തില്ല. അതേസമയം നിങ്ങളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയി നിങ്ങളെ ഊറ്റിക്കൊണ്ടിരിക്കുന്ന ആൾ, നിങ്ങളെ ഒരു ഇത്തിൽ കണ്ണിയെ പോലെ മാത്രം ഉപയോഗിക്കുന്ന ഒരാൾ, അയാളുടെ ജീവിതത്തിൽ സന്തോഷമായിരിക്കും. അദ്ദേഹത്തിന് ഫാമിലി ഉണ്ടാവും, കുട്ടികളുണ്ടാവും, ഭാര്യയായിട്ട് നല്ല ജീവിതം ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്കൊന്നുമില്ലാതെ നിൽക്കും. നിങ്ങൾ അയ്യോ എൻ്റെ ചേട്ടനാണ്, എൻ്റെ ചേട്ടത്തിയാണ്, എൻ്റെ മക്കളാണ് എന്നെല്ലാം പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാം അവർക്ക് നൽകി. പക്ഷെ അവരവരുടെ കുടുംബമായിട്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് കാണുമ്പോൾ അവർ നിങ്ങളെ സഹായിക്കാതെ അവരവരുടെ കുടുംബമായിട്ട് മാറിപ്പോവും. കാരണം എന്താ, അവർക്കറിയാം ഇനിയും നിങ്ങളുടെ കയ്യിൽ നിന്നൊന്നും കിട്ടാനില്ല, നിങ്ങൾ താഴെ വീണ് കഴിഞ്ഞു എന്ന്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് ചിന്തിക്കുക, നിങ്ങളുടെ ഭാര്യയെക്കുറിച്ച് ചിന്തിക്കുക, നിങ്ങളുടെ മക്കളെക്കുറിച്ച് ചിന്തിക്കുക. ഒന്ന് മനസ്സിലാക്കുക, നിങ്ങളുടെ സ്നേഹവും കരുതലും എല്ലാം വേണ്ടത് നിങ്ങളുടെ കുട്ടികൾക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്കും എല്ലാം വേണം. പക്ഷേ കുടുംബം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം നിങ്ങളുടെ കൂടെ നിർത്തേണ്ടത് നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളെ വിശ്വസിക്കുകയും ചെയ്യുന്നവരെ മാത്രമാണ്. ആർക്കാണോ അർഹതപ്പെടുന്നത് അവർക്ക് നിങ്ങൾക്ക് ഹെൽപ്പുകൾ ചെയ്യുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. പക്ഷേ അർഹതയില്ലാത്ത കൈകളിലേക്ക് നിങ്ങൾ സഹായം എത്തിക്കുകയാണെങ്കിൽ